വന്നിട്ടാ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. അങ്ങനെ ഒരു കുഞ്ഞു പെൻഗ്വിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വരുന്ന മീമുകളും വീഡിയോസും എല്ലാം. കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് അന്റാർട്ടിക്കയിലെ പർവ്വതങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു പെൻഗ്വിൻ. നാട് വിട്ടു അധോലോക നായകനാവാൻ ബോംബെയിൽ ചെന്ന് ഞാൻ ഇനി ഇന്ത്യയിലേക്കില്ല. സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ പെൻഗ്വിനെ കാണാതെ പോകാനാകില്ല. പ്രത്യേകിച്ച് ജെൻസി വ്യൂവേഴ്സിനിടയിൽ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ് ഈ പെൻഗ്വിൻ. അന്റാർട്ടിക്കയിലെ അഡേലി പെൻഗ്വിനുകളുടെ കോളനിയിൽ നിന്ന് ഒരു പെൻഗ്വിൻ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എന്നാൽ എല്ലാവരും ഒരു വഴിക്ക് പോകുമ്പോൾ ഈ കക്ഷി മാത്രം തിരിഞ്ഞ് മറ്റൊരു വഴിക്ക് നടക്കുകയാണ്. ചില പെൻഗ്വിനുകൾക്ക് ദിശാബോധം നഷ്ടപ്പെടും. കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. അവർ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ഭൂഖണ്ഡത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങും. എവിടെന്തോ വന്ന നമ്മള് ഇത്രയും കാലം കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചു. ഇപ്പൊ നമ്മള് പിരിയാ. ഈ യാത്ര ശരിക്കും മരണത്തിലേക്കുള്ളതാണ്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. കാരണം അവിടെ ഭക്ഷണമോ വെള്ളമോ ഇവയ്ക്ക് വേണ്ടതൊന്നും തന്നെ ഉണ്ടാകില്ല. അതിന് അപകടമൊന്നും പറ്റരുതേ. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള മൗണ്ടൻ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ് അത്. നിന്റെ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയൊരു എടാകൂടത്ത് ചെന്ന് ചാടി കളയാനുള്ള ബ്ലഡ് ഈ ബോഡിയിൽ ഇല്ലാതായി പോയി. തനിക്ക് മരണം സംഭവിച്ചേക്കാവുന്നത്ര അപകടമായിട്ട് കൂടി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മഞ്ഞുമല ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വെളുത്ത മഞ്ഞിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങുന്ന ആ കുഞ്ഞു പെൻഗ്വിൻ ഇടയ്ക്കൊന്ന് തെന്നി വീഴുന്നുണ്ട്. ക്ഷത്രിയനായതുകൊണ്ട് നട്ടലിന് മാത്രം ഒന്നും പറ്റിയില്ല. ഈ ഒറ്റ അടി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ കുട്ടി ഇനി ഞാൻ തന്നെ കൊണ്ടേ പോവൂ. എന്നാൽ വീഴ്ചയിൽ തളരാതെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് തന്റെ യാത്ര തുടരുന്ന ആ ദൃശ്യമാണ് ആളുകളുടെ ഹൃദയം കീഴടക്കിയത്. ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര? ചവിട്ടി നോക്കാം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.